വയനാട് പുൽപ്പള്ളിയിൽ കടുവ ഇറങ്ങിയ ആശ്രമംകൊല്ലി മേഖലയിൽ ഭീതിയോടുകൂടിയാണ് ജനങ്ങൾ കഴിയുന്നത്. കടുവയെ പിടികൂടുന്നതിനായി പ്രദേശത്ത് വനം വകുപ്പ് കൂട് സ്ഥാപിച്ചിട്ടുണ്ട്. പുകഞ്ഞു വരുമ്പോൾ ഇത് കയറ്റി ഇടണം. എന്നിട്ട് ഇങ്ങനെ അടിച്ചാൽ ഭയങ്കര സൗണ്ട് കിട്ടും. ഇതെല്ലാവർക്കും കയ്യിലിതാ, മിക്ക വീട്ടിലുണ്ട് ഇത്. ആശ്രമക്കൊല്ലി ഐക്കരക്കുടിയിലെ മേരി കടുവാപ്പേടിയിൽ കഴിയുന്ന ജീവിതത്തെക്കുറിച്ച് പറയുകയാണ്. കാപ്പിത്തോട്ടങ്ങൾക്കിടയിൽ നിന്നോ കൃഷിത്തോട്ടത്തിൽ നിന്നോ ഏതു നിമിഷവും കടുവ ചാടി വീണേക്കുമെന്ന പേടിയിലാണ് പുറത്തിറങ്ങുന്നത്. പശു ആടുവളർത്തലാണ് മേരിയുടെയും ഭർത്താവ് എൽദോസിന്റെയും ജീവിതമാർഗം. കഴിഞ്ഞ ദിവസം തൊഴുത്തിൽ നിന്ന് 1 വയസ്സുള്ള പശുക്കിടാവിനെ കടുവ പിടിച്ചു. 2 വർഷം മുമ്പ് ഇതിലൊന്ന് പോയി ഞങ്ങളുടെ ഒരു പശു ആദ്യം ചത്തതാണ്. 30 ലിറ്റർ കിടക്കുന്ന ഒരു പശു. അത് കഴിഞ്ഞിട്ട് ഇന്നലെ രാവിലെ മിനിങ്ങാന്ന് രാത്രി 11 മണിക്ക് ഒച്ച കേട്ട് ഞങ്ങൾ എണിച്ചപ്പോഴേക്കും പശുവിനെ പിടിച്ചു. പിന്നെ കടുവ അങ്ങോട്ട് ചാടി സ്വയം കണ്ടു. ഞങ്ങൾ വേഗം പടക്കമൊക്കെ പൊട്ടിച്ചപ്പോഴേക്കും ആൾക്കാരെയൊക്കെ വിളിച്ച് കൂട്ടിയപ്പോഴേക്കും സാധനത്തിന് വേണ്ടിയിട്ട് കടുവ പോയി. 2 വർഷം മുമ്പ് മേരിയുടെ കറവ പശുവിനെ കടുവ പിടികൂടിയിരുന്നു. ആഴ്ചകളായി ആശ്രമക്കൊല്ലി പ്രദേശങ്ങളിൽ കടുവാ ശല്യമുണ്ട്. 3 ദിവസം മുമ്പ് രാത്രി വാഴയിൽ ബേബിയുടെ മൂരിക്കിടാവിനെ കടുവ കൊലപ്പെടുത്തിയിരുന്നു. വനംവകുപ്പ് ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തി തെരച്ചിൽ നടത്തി. വീടിനടുത്തായി ക്യാമറ സ്ഥാപിച്ചു. കടുവയെ പിടികൂടുന്നതിനായി കൂടൊരുക്കി കാത്തിരിക്കുകയാണ് വനംവകുപ്പ്. അമൃത ന്യൂസ്, വയനാട്.